കണ്ണൂർ ഡെപ്യൂട്ടി മേയർ സി സമീർ രാജിവെച്ചു. LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെയാണ് രാജി. അടുത്ത ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് PK രാഗേഷിന്റെ പേര് നിർദ്ദേശിക്കാൻ LDF തീരുമാനിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർക്കെതിരെ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെയാണ് ഡെപ്യൂട്ടി മേയറായിരുന്ന സി സമീർ രാജിവെച്ചത്. രാജിക്കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറുകയായിരുന്നു. പിന്നീട് ജില്ലാ ഭരണാധികാരിയായ കലക്ടർ ജനറൽ ബോഡി യോഗത്തിലെത്തി ഡെപ്യൂട്ടി മേയർ രാജിവെച്ച സാഹചര്യത്തിൽ അവിശ്വാസ പ്രമേയം റദ്ദാക്കി വെച്ചു. അവിശ്വാസ പ്രമേയം പാസ്സാകും എന്ന് ഉറച്ചപ്പോൾ പരാജയം ഒഴിവാക്കാൻ വേണ്ടി രാജിവെച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് കണ്ണൂരിന്റെ വികസനം മാത്രമാണ് ലക്ഷ്യം. രാഗേഷിന്റെ പിന്തുണയോടുകൂടി അത്തരം കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടുപോകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാജിക്കാര്യം അറിയിച്ച ശേഷം അടുത്ത ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. അതിർത്തി നിർണയത്തിൽ പോലും UDFന് അനുകൂലമാക്കി തീർത്ത കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ UDF നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് 27 സീറ്റുകളായി ഇരുമുന്നണികളും പങ്കുവയ്ക്കുകയും PK രാഗേഷ് എന്ന കോൺഗ്രസ് വിമതൻ നിർണായക ശക്തിയായി ഒരു സീറ്റ് നേടുകയും രാഗേഷിന്റെ പിന്തുണയോടെ കോർപ്പറേഷൻ പ്രഥമ മേയർ സ്ഥാനം LDF നേടുകയും ചെയ്ത് ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. അന്ന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം നറുക്കെടുപ്പിലൂടെയാണ് ലീഗിന് ലഭിച്ചത്. UDF വിജയത്തിന്റെ നിർണായക ഘടകമായ ലീഗിന്റെ മേൽക്കൈയും ഇതോടെ നഷ്ടമാവുകയാണ്. കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കങ്ങൾക്കിടയിൽ കണ്ണൂരിലെ UDFനെ ലീഗിനുള്ളിലെ നീരസം കൂടിയാവും അടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുക. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വർക്കല വെട്ടുകാട്ടിൽ ബ്ലേഡ് മാഫിയയുടെ അഴിഞ്ഞാട്ടം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ബ്ലേഡ് മാഫിയ സംഘം കുടുംബാംഗങ്ങളെ സ്വവസതിയിൽ നിന്ന് ക്രൂരമായി ആക്രമിച്ചിറക്കി വിട്ടു. 1 മാസത്തെ പലിശ തിരിച്ചടവ് മുടങ്ങിയതിനാണ് ബ്ലേഡ് മാഫിയയുടെ ആക്രമം. വെട്ടുകാട്ടിൽ സോളമന്റെ വീടും സ്ഥലവും ബ്ലേഡ് മാഫിയ കൈക്കലാക്കി. തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വസ്ത്രങ്ങൾ വലിച്ചു കീറിയെന്നും വീട്ടുടമസ്ഥ ലില്ലി സോളമൻ പീപ്പിൾ TVയോട് പറഞ്ഞു. ബ്ലേഡ് മാഫിയ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. വർക്കല വെട്ടുകാട് കുളമുട്ടം സോണി ലാൻഡ് എന്ന വീട്ടിലെ സോളമൻ, ലില്ലി സോളമൻ എന്നിവർക്കാണ് ബ്ലേഡ് മാഫിയയുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയരാകേണ്ടി വന്നത്. ആകെയുള്ള 8 സെന്റ് സ്ഥലവും വീടും ബ്ലേഡുകാർക്ക് തീരെഴുതി കൊടുത്ത് സോളമൻ കഴിഞ്ഞ മാർച്ചിൽ 12 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. മാസം 35,000 രൂപ തവണ വ്യവസ്ഥ പ്രകാരം അടയ്ക്കുമെന്നായിരുന്നു കരാർ. ഇതനുസരിച്ച് 70,000 രൂപ സോളമൻ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഈ മാസത്തെ തവണ അടയ്ക്കാനായില്ല. 10-ലേറെ പേർ ചേർന്നാണ് തന്നെ ആക്രമിച്ചതെന്ന് വീട്ടുടമസ്ഥ ലില്ലി സോളമൻ പറയുന്നു. ശരിക്ക് തല്ലി, എന്നിട്ട് എൻ്റെ ഉടുപ്പെല്ലാം വലിച്ചു കയറി അത് അവിടെ വെച്ചായിരുന്നു. ഈ ഷാജി എന്ന് പറഞ്ഞ ഷാജിയും പിന്നെ മാനു എന്ന് പറഞ്ഞൊരു ചെറുക്കനും, അവനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളു. അവൻ വെറും ഒരു ഗുണ്ടയാണ്. ഇങ്ങനെയാണ് ഒരു അടിയടിച്ചത്. എന്നിട്ട് ആ ഷാജി എന്ന് പറഞ്ഞ എൻ്റെ ഉടുപ്പെല്ലാം വലിച്ചു കയറി. എല്ലാവരും കണ്ടുകൂടെ ഉള്ള. എന്നാൽ തങ്ങൾക്ക് സോളമൻ വിലയാധാരമായി വിറ്റതാണ് വീടെന്നതാണ് ബ്ലേഡ് സംഘത്തിൻ്റെ പക്ഷം. എന്നാൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴും സോളമന്റെ പേരിൽ തന്നെയാണ്. 100 കണക്കിന് നാട്ടുകാർ നോക്കി നിൽക്കെയാണ് ബ്ലേഡ് മാഫിയ സംഘം വീട്ടമ്മമാരടക്കമുള്ളവരെ അതിക്രൂരമായി മർദ്ദിച്ച് വീട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചത്. അധികാരികൾ വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലേഡ് മാഫിയ സംഘങ്ങൾ കേരളത്തിൽ അഴിഞ്ഞാടും. ബ്ലേഡ് മാഫിയ സംഘത്തിൻ്റെ ആക്രമണം നടന്ന വീട്ടിനുള്ളിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രശേഖരനൊപ്പം S ജീവൻകുമാർ, വർക്കല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 47 ദിവസമാണ് യന്ത്രബോട്ടുകൾക്ക് മീൻ പിടിക്കുന്നതിന് ഇത്തവണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം. മൺസൂൺ സമയത്ത് ഈ 1.5 മാസക്കാലം മീനുകളുടെ പ്രജനമാസമായതിനാലാണ് യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മീൻ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പരമ്പരാഗത രീതിയിൽ മീൻ പിടിക്കാം. സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിലെല്ലാം തന്നെ ട്രോളിംഗ് നിരോധനത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. മത്സ്യങ്ങളുടെ പ്രജനന കാലഘട്ടമാണ് ജൂൺ മുതൽ ജൂലൈ മാസം വരെയുള്ള സമയം. അപ്പോൾ മത്സ്യസമ്പത്ത് സംരക്ഷിക്കപ്പെടുക എന്നത് എല്ലാവരുടെയും ആവശ്യകതയായതുകൊണ്ട് അതിനുകൂടിയാണ് ഈ ട്രോളിംഗ് നിരോധനം. സംസ്ഥാനത്താകെ 6397 യന്ത്രവൽകൃത ബോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന 10,000 കണക്കിന് കുടുംബങ്ങൾക്ക് വരുന്ന 1.5 മാസം വറുതിയുടെ കാലമാണ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യും. ട്രോളിംഗ് നിരോധനം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്നവരെ പിടികൂടാൻ മെറൈൻ എൻഫോഴ്സ്മെന്റ് പൂർണ്ണസമയം പട്രോളിംഗ് നടത്തും. തീരദേശ പോലീസും എല്ലാ സന്നാഹങ്ങളുമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
ട്രോളിംഗ് നിരോധനം അട്ടിമറിച്ച് കേരളത്തിന്റെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ വിദേശ കപ്പലുകൾ കേരള തീരത്തേക്ക് അടുക്കുന്നു. കേന്ദ്ര സർക്കാർ കപ്പൽ ലോബിക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. വിദേശ കപ്പലുകളുടെ മത്സ്യബന്ധനം നിരോധിക്കാൻ ശുപാർശ ചെയ്ത അയ്യപ്പൻ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്രം അട്ടിമറിക്കുകയാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ട്രോളിംഗ് നിരോധനമുള്ള 1.5 മാസക്കാലം വിദേശ മത്സ്യബന്ധന കപ്പലുകൾക്ക് കൊയ്ത്തുകാലമാണ്. കേരളത്തിന്റെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ ആഴക്കടലിൽ കേരള തീരത്ത് വിദേശ കപ്പലുകൾ നിരന്നു കഴിഞ്ഞു. കോസ്റ്റ് ഗാർഡിനും നേവിക്കുമാണ് ഇവയെ നിയന്ത്രിക്കാനുള്ള ചുമതലയെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാറില്ല. കേന്ദ്ര സർക്കാർ കപ്പൽ ലോബിക്ക് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആരോപണമുണ്ട്. ഡോക്ടർ അയ്യപ്പൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാത്തത് ഇതിനുദാഹരണമായി മത്സ്യത്തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. 1-ാം തീയതി സംസ്ഥാന സർക്കാരുകളുമായി റിപ്പോർട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 3-ാം തീയതി പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ ലോബിയും ഇന്ത്യയിലെ കുത്തകകളും ചേർന്ന് ഈ റിപ്പോർട്ടിനെ അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ്. വിദേശ കപ്പലുകൾക്ക് മത്സ്യബന്ധനത്തിന് നൽകിയ അനുമതി റദ്ദാക്കുക, മത്സ്യത്തൊഴിലാളികളെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സജ്ജമാക്കുക തുടങ്ങി ഒട്ടേറെ സുപ്രധാന നിർദ്ദേശങ്ങൾ കമ്മിറ്റി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ റിപ്പോർട്ട് നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ വൈകിപ്പിക്കുന്നു. കപ്പൽ ലോബിയുടെ സമ്മർദ്ദത്തിന് കേന്ദ്രം വഴങ്ങരുതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം കോവളം പനത്തുറയിൽ കടൽഭിത്തി നിർമ്മാണത്തിൽ വൻ ക്രമക്കേട്. കടൽഭിത്തിയുടെ തകർന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്തേണ്ടതിന് പകരം മറ്റൊരിടത്ത് പേരിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതിയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കോവളം പനത്തുറ വേലിത്തലയിൽ കടൽഭിത്തിയുടെ ഉൾഭാഗം തകർന്ന കടലാക്രമണം രൂക്ഷമായപ്പോൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് നാട്ടുകാർ അറ്റകുറ്റപ്പണി നടത്താനായി അധികൃതരെ സമീപിച്ചത്. തുടർന്ന് കടൽഭിത്തിയുടെ തകർന്ന ഭാഗം പുനർനിർമ്മിക്കാൻ ജലസേചന വകുപ്പ് തുക അനുവദിച്ചു. എന്നാൽ അധികൃതർ തകർന്ന ഭാഗം പുനർനിർമ്മിക്കാതെ മറ്റൊരു ഭാഗത്ത് ഉണ്ടായിരുന്ന കടൽഭിത്തി തകർത്ത് അവിടെ പേരിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. പ്രദേശവാസിയായ നടരാജൻ: അവിടെ കല്ലിപ്പോ ഇടേണ്ട ഒരു കാര്യവുമില്ല. നല്ല ബലമായ സ്റ്റീൽ അവിടെ ഉണ്ട്. ഇത് ഈ ഭാഗത്ത് പിറകു വശത്ത് കല്ലില്ല. ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി ഇവർ പിറകെ പോയത്. അത് ചെയ്തില്ല. അത് ഈ അഴിമതിക്ക് വേണ്ടിയാണ്. തകർന്ന കടൽഭിത്തിയുള്ള തീരത്ത് താമസിക്കുന്നവർ കാലവർഷമായതോടെ ആശങ്കയിലും ദുരിതത്തിലുമാണ്. രാത്രിയും പകലും ഒക്കെ എപ്പോഴും ഇങ്ങനെ വെള്ളം കയറും. ഇതിൻ്റെ പുറത്തൂടെ മെയിൻ്റെനൻസ് വന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരു സുരക്ഷിതമായിരിക്കും. ഇപ്പോൾ വെച്ച് ഈ തെങ്ങിൻ്റെ ഒപ്പം വരും കടൽ. പിന്നെ നമ്മളൊക്കെ ഓടി അപ്പുറത്ത് പോവും. പിന്നെ ജനിച്ച നാട്ടിൽ മരിക്കണമെന്നൊരാഗ്രഹം കൊണ്ട് അതുകൊണ്ട് ഇവിടെ കിടക്കണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന ഈ അഴിമതി തങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുമ്പോൾ പുതിയ സർക്കാരിൽ നിന്നും പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. കടൽഭിത്തി നിർമ്മിക്കുന്നതിൽ അധികൃതർ നടത്തിയ ഈ വലിയ അഴിമതി പനത്തുറയിലെ തീരദേശവാസികളുടെ ജീവൻ തന്നെയാണ് അപകടത്തിലാക്കിയിരിക്കുന്നത്. പനത്തുറയിൽ നിന്നും ക്യാമറാമാൻ RK കുമാറിനൊപ്പം ജിതിൻ ചന്ദ്രൻ. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കോഴിക്കോട് കക്കയം ഗവൺമെന്റ് LP സ്കൂൾ നിർമ്മാണത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ അഴിമതി. കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളിന്റെ നിർമ്മാണത്തിലും സ്ഥലം വാങ്ങിയതിലുമാണ് ക്രമക്കേട് നടന്നത്. കോഴിക്കോട്ടെ മലയോര പ്രദേശമായ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടമാണിത്. ചെങ്കുത്തായ പാറക്കെട്ടിന് നടുവിൽ കാലിത്തൊഴുത്ത് പോലൊരു കെട്ടിടം. ഈ പാറക്കെട്ട് വാങ്ങാനും കെട്ടിടം നിർമ്മിക്കാനുമായി 40 ലക്ഷം രൂപ ചെലവായി എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. പാറക്കെട്ടുള്ള സ്ഥലം സ്കൂളിനായി വാങ്ങിയപ്പോൾ താഴെ റോഡിനോട് ചേർന്നുള്ള 60 സെന്റ് ഭൂമി അന്നത്തെ പ്രധാനാധ്യാപകൻ സ്വന്തം പേരിലാക്കിയതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. അന്നത്തെ ഹെഡ്മാസ്റ്റർ രാമകൃഷ്ണനും അന്നത്തെ ഭരണസമിതിയിലെ ആളുകളും ചേർന്ന് നടത്തിയിട്ടുള്ള അഴിമതിയുടെ സാക്ഷ്യപത്രമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. കക്കയം റിസർവ് വനത്തോട് ചേർന്ന് കിടക്കുന്ന KSCBയുടെ കെട്ടിടത്തിലാണ് നിലവിൽ സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്കൂൾ മുറ്റത്ത് കാട്ടാനിറങ്ങുന്നതിനാൽ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ ഭയക്കുകയാണ്. അമ്പലക്കുന്ന് ആദിവാസി കോളനിയിലെ 8 കുട്ടികളാണ് നിലവിൽ ഇവിടെ പഠിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉപയോഗശൂന്യമായതിനാൽ പുതുതായി ചേരാൻ വന്ന 20ഓളം കുട്ടികൾ സമീപത്തെ പ്രൈവറ്റ് സ്കൂളിലേക്ക് മാറി. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന LP സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ മറവിലാണ് ലക്ഷങ്ങളുടെ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ കർശന നടപടി സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാർ ഈ ക്രമക്കേടുകൾ കാണണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. കക്കയത്തു നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. EMS ജന്മദിനത്തോടനുബന്ധിച്ചുള്ള EMS സ്മൃതി സംവാദങ്ങൾക്ക് തൃശൂരിൽ തുടക്കമായി. റീജിയണൽ തിയേറ്ററിൽ ആരംഭിച്ച സംവാദം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. സുധാകർ റെഡ്ഡി, മേധ പട്കർ, K സച്ചിദാനന്ദൻ, പ്രഭാത് പട്നായക് തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. സമകാലീന ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന EMS സ്മൃതി സംവാദങ്ങൾക്ക് തുടക്കമായി. ഇന്ത്യ എന്ന പരികൽപ്പന സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക നീതി വീണ്ടെടുക്കാൻ ഒരു കർമ്മ പരിപാടി എന്നതായിരുന്നു മുഖ്യ വിഷയം. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംവാദം ഉദ്ഘാടനം ചെയ്തു.
ഇന്ത്യയിൽ ഫാസിസത്തിലേക്കുള്ള പാത ഒരുങ്ങുകയാണെന്നും ഇത് തടയാൻ നമുക്ക് സാധിക്കുമോ എന്നതിലാണ് ഇന്ത്യ എന്ന പരികല്പനയിൽ പ്രധാനമെന്നും യെച്ചൂരി പറഞ്ഞു. CPI ജനറൽ സെക്രട്ടറി കെ സുധാകർ റെഡ്ഡി, പ്രഭാത് പട്നായിക്, മേധാ പട്കർ, കെ സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സച്ചിദാനന്ദൻ എഡിറ്റ് ചെയ്ത വേർഡ്സ് മാറ്റർ റൈറ്റിംഗ് അഗെയിൻസ്റ്റ് സൈലൻസ് എന്ന പുസ്തകം സീതാറാം യെച്ചൂരി പ്രകാശനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വിഷയാവതരണം നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആലപ്പുഴ SD കോളേജിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിന്റെ ഭാഗമായി പ്രതിഭകളെ ആദരിക്കൽ, കലാപരിപാടികൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു. ആലപ്പുഴ സനാതന ധർമ്മ കോളേജിന്റെ സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്. കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങ് പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി G. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഈ സപ്തതി ആഘോഷിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഈ മഹത്വം ചരിത്രത്തിൽ മറ്റാർക്കും അത് അവകാശപ്പെടാൻ കഴിയാത്ത പോലെ അനിഷേധ്യമായ ഒരു ചരിത്രരേഖയായി മുന്നിട്ടിറങ്ങുന്നതിന് കോളേജ് വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച സംഘനൃത്തത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. സംഘടനാ പ്രസിഡന്റ് S. ഭാസ്കരൻപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത്. കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ 100 കണക്കിന് വരുന്ന പ്രതിഭകളെയും വിദ്യാർത്ഥികളെയും സാക്ഷി നിർത്തിയാണ് സപ്തതി ആഘോഷത്തിന് തുടക്കമായത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കോഴിക്കോട് പുറക്കാട്ടേരിയിൽ റോഡരികിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കള്ളക്കച്ചവടക്കാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് അപകടാവസ്ഥയിൽ അല്ലാത്ത മരങ്ങൾ പോലും മുറിച്ചു മാറ്റുന്നതിന് പിന്നിലെന്നാണ് ഇവരുടെ ആരോപണം. മരമായിരുന്നു ഞാൻ പണ്ട് ഒരു വർഷങ്ങളായി തണലായി നിന്ന മരങ്ങൾ ഓരോ ചില്ലകളായി വെട്ടിമാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കടുത്ത വേനലിൽ ആശ്വാസത്തിന്റെ തണൽ തന്ന മരങ്ങളെ പൊടുന്നനെ വെട്ടിമാറ്റുമ്പോൾ ഒരു നാട് തന്നെ തേങ്ങുകയാണ്. കോഴിക്കോട് പുറക്കാട്ടിരി പാലത്തിന് സമീപമുള്ള മരങ്ങളാണ് അപകടാവസ്ഥയിൽ ഉള്ളതെന്ന് പറഞ്ഞ് വെട്ടിമാറ്റുന്നത്. ചില്ലകൾ മുറിച്ചു മാറ്റേണ്ടിടത്താണ് മരം തന്നെ മുറിച്ചു നീക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും. ഭൂമിയാകുന്ന പ്രകൃതിയെ കാത്തു സൂക്ഷിക്കണമെന്നുള്ള സന്ദേശം അടുത്ത തലമുറയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കള്ളക്കച്ചവടക്കാരായിരിക്കുന്ന ആളുകളും ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ നശിപ്പിക്കപ്പെടുന്ന മരങ്ങളുടെ കണക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി പോലും ഇല്ലാതെയാണ് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളെ ലേലത്തിനെടുത്ത ആളുകൾ വന്ന് മുറിച്ചു നീക്കുന്നത്. ഇതിനെതിരെയാണ് ജനകീയ പ്രതിഷേധം. പിച്ചളപ്പിടിയുള്ള കത്തിയാൽ ഒരു കാലമത്രയും തണൽ തന്ന മരങ്ങൾക്ക് മേൽ കോടാലി വീഴുമ്പോൾ വരും വേനലിൽ നിങ്ങളെന്നെ ഓർത്ത് കരയുമെന്ന് ഒരുപക്ഷെ ആ മരങ്ങൾ പരസ്പരം പറയുന്നുണ്ടാകാം. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. കാലവർഷം സജീവമായതോടെ ഇടുക്കി, കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിലെ കൃഷിപ്പാടങ്ങളും സജീവമായി. ഓണം വിപണി ലക്ഷ്യം വെച്ചുള്ള കൃഷിക്ക് ഇത്തവണ സർക്കാർ സഹായമുണ്ടാകുമെന്ന വിശ്വാസവും കർഷകർക്കുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷമയ പച്ചക്കറികൾ സർക്കാർ തടഞ്ഞാൽ തങ്ങളുടെ വിളകൾക്ക് മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയും കർഷകർക്കുണ്ട്. കാലവർഷം സജീവമായതോടെ കാന്തല്ലൂരിലെ കൃഷിഭൂമികളിൽ ഓണവിപണി ലക്ഷ്യം വെച്ച് പച്ചക്കറി കൃഷിയും സജീവമായി. ശീതകാല പച്ചക്കറി വിളയുടെ കലവറയായ കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിൽ ഇത്തവണയും കൂടുതൽ കർഷകരും ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് തുടങ്ങി വിളകളാണ് കൃഷി ഇറക്കുന്നത്. കീടനാശിനി പ്രയോഗം പരമാവധി ഒഴിവാക്കിയാകും ഇത്തവണത്തെ കൃഷി. വിഷാംശമുള്ള പച്ചക്കറികൾ വിപണിയിലെത്തിയാൽ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന കാര്യം തിരിച്ചറിഞ്ഞാണ് കൃഷിക്കാരുടെ മുന്നൊരുക്കം. പ്രകൃതി കനിഞ്ഞാൽ അടുത്ത ഓണം നാളുകളിൽ കേരളത്തിന്റെ ആവശ്യത്തിന് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിലെ കർഷകർക്ക് കഴിയുമെന്ന വിശ്വാസവും ഇവർക്കുണ്ട്. കഴിഞ്ഞ വേനൽ കാലത്ത് നന്നായിട്ട് ഒരു വരച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ കൃഷിയൊക്കെ എല്ലാം പോയി, വെള്ളം പോലും ഇല്ലാതാണ് കിടന്നത്. ഈ മേടമാസത്തിൽ ഒരു 2 മഴ കിട്ടി. ആ മഴ കിട്ടിയത് കൊണ്ട് ഇപ്പം ഞങ്ങളെ പാടങ്ങളൊക്കെ എല്ലാം ഒരുക്കി, കൃഷിസ്ഥലങ്ങളൊക്കെ എല്ലാം ഒരുക്കി വിത്തിടലും, ക്യാരറ്റ് ഇടലും, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി ഈ കൃഷിയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. ഈ കൃഷിൻ്റെ സംഭവിച്ച് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഓണത്തിൻ്റെ സംഭവിച്ചാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് വെച്ചാൽ ആ മഴയും ഈ കാലാവസ്ഥയും നന്നായിട്ട് ഒത്തുകിട്ടിയ ഓണത്തിൻ്റെ നമ്മളെവിടെയും വേറെ സംസ്ഥാനത്തിൽ പോയി അന്വേഷിക്കേണ്ട, ഇവിടെ കാന്തല്ലൂരിൽ തന്നെ ഈ കേരളത്തിനുള്ള പച്ചക്കറി ഓണത്തെ സമയത്ത് എടുക്കാനുള്ള സംവിധാനം കിട്ടും. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ഓണവിപണി സജീവമാകുമെന്ന പ്രതീക്ഷയും കർഷകർക്കുണ്ട്. ഓണവിപണി ലക്ഷ്യം വെച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിഷാംശമുള്ള പച്ചക്കറിയുടെ വരവ് സർക്കാർ തടഞ്ഞാൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയും കർഷകർ വെച്ചു പുലർത്തുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
വയലുകളുടെ നാടെന്നറിയപ്പെടുന്ന വയനാട്ടിൽ വർഷം തോറും നെൽകൃഷി കുറയുകയാണെന്നാണ് കണക്കുകൾ. അരനൂറ്റാണ്ടിന് മുൻപ് 30,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷിയുണ്ടായിരുന്നെങ്കിൽ ഇന്നത് 9,000 ഹെക്ടറിലും താഴെയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2,000 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി കർഷകർ ഉപേക്ഷിച്ചു. നെൽകൃഷി പ്രോത്സാഹന പരിപാടികളും മറ്റും നടക്കുമ്പോഴും ജില്ലയിൽ ഓരോ വർഷവും നെൽകൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായാണ് കണക്കുകൾ. 1970കളിൽ വയനാട്ടിൽ 30,000 ഹെക്ടർ സ്ഥലത്ത് കർഷകർ നെൽകൃഷി ഇറക്കിയിരുന്നു. 2015 ആയപ്പോൾ അത് 8,630 ഹെക്ടർ സ്ഥലത്തു മാത്രമായി കുറഞ്ഞു. 2014 9,200 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷിയുണ്ടായിരുന്നു. കൃഷിവകുപ്പിന്റെ കണക്കുപ്രകാരം ജില്ലയിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 326 പാടശേഖര സമിതികളാണുള്ളത്. നെൽകൃഷി ചെയ്യുന്ന കർഷകരുടെ എണ്ണം 19,569 ആണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി ചെയ്തവരിൽ കുറവുണ്ട്. 1,730 ഹെക്ടർ സ്ഥലത്തു മാത്രമാണ് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി നടന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിലാണ്, 1,074 ഹെക്ടർ സ്ഥലത്ത്. ഇക്കാലയളവിൽ ഇവിടെയും നെൽകൃഷിയിൽ കാര്യമായ കുറവുണ്ടായി. കൃഷിവകുപ്പും സർക്കാരും കാര്യമായ പ്രോത്സാഹന പരിപാടികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ വയൽനാടായ വയനാട് നെൽകൃഷി ഉൽപ്പാദനത്തിൽ അതിന്റെ പ്രതാപകാലത്തെ മാത്രം ഓർമ്മിക്കേണ്ടി വരും. നെല്ലിന്റെ താങ്ങുവിലയും സംഭരണവും പ്രോത്സാഹന പദ്ധതികളും കാര്യക്ഷമമാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. ആലപ്പുഴ ജില്ലയിലെ മന്ത്രിമാർക്ക് നഗരത്തിൽ പൗരസ്വീകരണം നൽകി. ജില്ലയിലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാരിനൊപ്പം ജനങ്ങളും പങ്കുചേരണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ മന്ത്രിമാർക്ക് YMCA നൽകിയ പൗരസ്വീകരണത്തിലാണ് ധനമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. നമുക്ക് എല്ലാവരും കൂടി ഒത്തുപിടിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, എല്ലാവരും സർക്കാർ ഉണ്ടാവും. സർക്കാർ മാത്രമല്ല, അല്ലാതുള്ള YMCA പോലുള്ള സംഘടനകൾ, പള്ളിയാവാം, അമ്പലമാവാം. നമുക്ക് ആലപ്പുഴയെ വിശന്നുറങ്ങുന്ന മനുഷ്യന്മാരില്ലാത്തൊരു നഗരമാക്കി മാറ്റാം. ജില്ലയിലെ പ്രധാന പ്രശ്നം റോഡുകളുടെ ശോച്യാവസ്ഥയാണെന്നും ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചതായും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. പക്ഷേ അതിന് സോഷ്യൽ ഓഡിറ്റ് വേണം. അഴിമതി കാണിക്കുന്ന മരാമത്ത് ഉദ്യോഗസ്ഥന്മാരെ മന്ത്രി മാത്രം നിയന്ത്രിച്ചപ്പോൾ ജനങ്ങൾ നിയന്ത്രിക്കണം. ഓരോ റോഡ് നിർമ്മിക്കുമ്പോഴും നിയന്ത്രിക്കണം. ഉദ്യോഗസ്ഥന്മാരും കരാറുകാരും അതുപോലെ കറന്റ് പൊളിറ്റീഷ്യൻ്റെ നെക്സസ് ഇല്ലാതെ. ജില്ലയ്ക്ക് നഷ്ടപ്പെട്ട വികസനങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പി തിലോത്തമനും പറഞ്ഞു. കേരളത്തിലെ 14 ജില്ലകളിൽ നമ്മുടെ സ്ഥാനം 13ാമതാണോ 14ാമതാണോ എന്ന് വരെ ചർച്ച നീണ്ടു. ആലപ്പുഴ രൂപതാധ്യക്ഷൻ സ്റ്റീഫൻ അത്തിപ്പൊടിയിൽ ജില്ലയിലെ മന്ത്രിമാർക്ക് സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മുഖ്യമന്ത്രി പിണറായി വിജയന് കോഴിക്കോട് LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ നിരവധി പേരാണ് പിണറായിക്ക് അഭിവാദ്യമർപ്പിക്കാനെത്തിയത്. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കോഴിക്കോട്ട് സ്വീകരണം നൽകിയത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഇതാദ്യമായാണ് പിണറായി കോഴിക്കോട്ട് എത്തിയത്. സർവ്വതല സ്പർശിയായ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചായിരുന്നു പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗം. ശോചനീയമായ സാമ്പത്തിക നിലയുള്ള നാടായി നമ്മുടെ നാട് മാറിയെന്ന് പിണറായി പറഞ്ഞു. അത് പല വികസനങ്ങൾക്കും പ്രതിസന്ധിയായി നിൽക്കുന്നതായും പിണറായി സൂചിപ്പിച്ചു. നാടിന്റെ സാമ്പത്തിക നിലയെ അത്യന്തം ശോചനീയമായ സാമ്പത്തിക നിലയുള്ള ഒരു നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. ഇത് ഇവിടെ സംഭവിച്ച കെടുകാര്യസ്ഥയുടെ ഭാഗമായി കൂടി ഉണ്ടായിത്തീർന്നതാണ്. കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ദുരവസ്ഥ പരിഹരിക്കും. വിമാനത്താവളത്തിന് ഭൂമി നൽകേണ്ടവരുടെ പ്രയാസങ്ങൾ കണ്ടില്ലെന്ന് നടിക്കില്ലെന്നും അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. വീടും ഭൂമിയുമെന്ന ആദിവാസി പ്രശ്നങ്ങളിൽ ഫലപ്രദമായി ഇടപെടുമെന്നും പിണറായി സൂചിപ്പിച്ചു. സർവ്വമേഖലയിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം സാധ്യമാകുമെന്ന പ്രത്യാശയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലും പിണറായി വിജയന് കോഴിക്കോട്ട് ഉജ്ജ്വല സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലിംഗനിർണയ പരിശോധന പരാജയപ്പെട്ട ബോണി പോൾ എന്ന ഫുട്ബോളറുടെ ജീവിതകഥ വേദനയോടെയാണ് ഹ്രസ്വ ചലച്ചിത്രമേളയിലെ പ്രേക്ഷകർ സ്വീകരിച്ചത്. ശസ്ത്രക്രിയയിലൂടെ ആണായി മാറിയ ബോണിയുടെ പലായനത്തിന്റെ കഥയാണ് അയാം ബോണി എന്ന ചെറുചിത്രം. പെൺകുട്ടിയായി മാതാപിതാക്കൾ വളർത്തിയ വന്ദന പോൾ എന്ന ഭിന്നലിംഗത്തിൽപ്പെട്ട ഫുട്ബോളറുടെ ജീവിതകഥ ഞെട്ടലോടെയാണ് പ്രേക്ഷകർ കണ്ടത്. এয়ারপোর্ট থেকে যখন রিটার্ন হয়ে এসেছিলাম
রাত 27 নিয়ে এয়ারপোর্ট থেকে বেরিয়েছিলাম ব্যাংকক এশিয়াড যাওয়ার আগে। ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിലെ സ്ട്രൈക്കറായിരുന്നു ബന്ദന. 1998 ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിന് മുമ്പ് ലിംഗപരിശോധനയിൽ ബന്ദന പരാജയപ്പെട്ടു. ശസ്ത്രക്രിയയിലൂടെ ആണായി തീർന്ന് ബോണി പോൾ എന്ന പേര് സ്വീകരിച്ചു. സ്വാതി എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. എന്നാൽ കുടുംബവും സമൂഹവും പുതിയ വ്യക്തിത്വം അംഗീകരിക്കുന്നില്ല. ഭിന്നലിംഗക്കാരെ അംഗീകരിക്കാത്ത സമൂഹത്തിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്ന ബോണിയുടെ ജീവിതവും അതിജീവനത്തിനുള്ള ശ്രമങ്ങളുമാണ് സിനിമ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമേഷ് കുൽക്കർണി തയ്യാറാക്കിയ ബീജ് എന്ന ചെറു സിനിമകളുടെ സമന്വയമായിരുന്നു ഹ്രസ്വ ചലച്ചിത്രമേളയിലെ 3-ാം ദിനത്തിന്റെ പ്രത്യേകത. ഗിരീഷ് കാസർവള്ളി മുതൽ രാം റെഡ്ഡി വരെ നീളുന്ന വിഖ്യാത സംവിധായകന്റെ ആദ്യ സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. മധ്യവർഗ സദാചാര ബോധത്തോട് നിർഭയം പൊരുതുന്ന ലക്ഷ്മി എന്ന ട്രാൻസ്ജെൻഡറിന്റെ കഥയാണ് കോൾ ഇറ്റ് സ്ലട്ട്. നിഷ്ത ജെയിൻ സംവിധാനം ചെയ്ത സിനിമ സമൂഹത്തിന്റെ ലൈംഗിക അതിരുകളെ ചോദ്യം ചെയ്യുന്നു. നാഗരാജ് മഞ്ജുളയുടെ പിസ്തുല്യ പഠിക്കാൻ ആഗ്രഹിക്കുന്ന തെരുവിലെ കുട്ടിയുടെ കഥ പറയുന്നു. വിഖ്യാത സംവിധായകൻ ഗിരീഷ് കാസർവള്ളിയുടെ ആദ്യ സിനിമ അവശേഷ്, നീരജ് ഗൈവാന്റെ ഷോർ, ചൈതന്യ തമന്നയുടെ 6 ട്രാൻസ് എന്നീ സിനിമകളും ബീജ് എന്ന സിനിമാ സമന്വയത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചു. ഈ കുൽക്കർണി ക്യൂറേറ്റ് ചെയ്ത ബീജ് എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് 20ഓളം സിനിമകൾ അതുകൊണ്ട് ഒരു പാക്കേജാണത്. അത് പ്രദർശിപ്പിക്കും. അതും ഈ മേളയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരിനമാണ്. പുതിയ തലമുറയിലെ യങ്സ്റ്റേഴ്സിന് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഭയങ്കര ഇൻസ്പയറിംഗ് ആയ ഒരു പാക്കേജാണ് ഈ കുൽക്കർണിയുടെ ബീജ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സഹപാഠി താൽപര്യം സംരക്ഷിക്കാനാണ് അഞ്ജു ബോബി ജോർജിനെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാക്കിയതെന്ന് കൗൺസിൽ അംഗം ഡോക്ടർ രാമഭദ്രൻ. അനധികൃത നിയമനങ്ങൾ നടത്താൻ ഉൾപ്പെടെ അഞ്ജുവിനെ മറയാക്കി. പത്മിനിയെ മാറ്റി അഞ്ജുവിനെ നിയമിച്ചത് സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളിൽ ഭൂരിഭാഗവും എതിർത്തിരുന്നെന്നും രാമചന്ദ്രൻ പറഞ്ഞു. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ നാട്ടുവാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. കാലാവധി തീരാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പത്മിനി തോമസിനെ മാറ്റിയത് UDF സർക്കാരിന്റെ ചില താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തതുകൊണ്ടാണെന്ന് രാമഭദ്രൻ ആരോപിച്ചു. സെക്രട്ടറിയായിരുന്ന ബിനു ജോർജ് വർഗീസാണ് പത്മിനിയെ മാറ്റി അഞ്ജുവിനെ കൊണ്ടുവരാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറഞ്ഞതെന്നും രാമഭദ്രൻ പറഞ്ഞു. ഇതിനെല്ലാം ഞാൻ മനസ്സിലാക്കേണ്ട ഉത്തരവാദി ഡോക്ടർ ബിനു ജോർജാണ്. അവിടെ സെക്രട്ടറി ആയിട്ട് ഡെപ്യൂട്ടേഷനിൽ വന്നത്. അദ്ദേഹം ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്കൽ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഇരുന്ന് റിട്ടയർ ചെയ്ത ആളാണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി. ഈ ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്നത് തിരുവഞ്ചൂർ മന്ത്രിയുടെ ക്ലാസ്മേറ്റാണ്. അഞ്ജുവിന്റെ സഹോദരന്റെ ഉൾപ്പെടെ ചില നിയമനങ്ങളെ പത്മിനി തോമസ് പരിഗണിച്ചില്ല. അഞ്ജുവിന്റെ നിയമനത്തെ സ്പോർട്സ് കൌൺസിലിൽ അംഗങ്ങളായ 75% പേരും എതിർത്തു. അഞ്ജു ബോബി ജോർജിന്റെ നിലവാരമുള്ള നിരവധി പേർ കേരളത്തിലുണ്ടായിട്ടും പ്രത്യേക പരിഗണന നൽകി അവരെ കേരള സ്പോർട്സിന്റെ തലപ്പത്ത് കൊണ്ടുവന്നതിനെ അംഗങ്ങൾ എതിർത്തെങ്കിലും ഫലമുണ്ടായില്ലെന്നും രാമഭദ്രൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.